എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു ചോദ്യമായിരുന്നു. സാറേ, കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല ബുക്ക് ഏതാണ്, ഏത് ബുക്കാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി പേര് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇന്ന് വിപണിയിലുള്ള എല്ലാ ബുക്കുകളും, അതായത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബുക്കുകളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. വിത്ത് PSC ബുള്ളറ്റിൻ 25,000 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബുക്ക് വാങ്ങുക. അല്ലാതെ എല്ലാ ബുക്കും നിങ്ങൾ പോയി വാങ്ങി കൂട്ടി അവസാനം ഒന്നും പഠിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ വേണ്ട. ഇത് നമ്മളൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് മൊത്തമായിട്ട് തന്നെ പറഞ്ഞാണ് നമ്മൾ പോകത്തുള്ളൂ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ടാവും. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റാങ്ക് ഫയൽ റിവ്യൂ ചെയ്തിരിക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ വൺ ക്ലിക്ക് PSC എന്ന് പറയുന്ന ചാനലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തേക്കുന്നതും റാങ്ക് ഫയലിൻ്റെ റിവ്യൂ ചെയ്തേക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. ഓരോ ബുക്കും നമ്മൾ വാങ്ങിയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ റിവ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോയാലോ. ഇന്ന് നമ്മുടെ സ്വന്തം ബനിയനൊക്കെ ആയിട്ടാണ്. കുറേ ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു ബനിയൻ ഉണ്ടായില്ല. വേറെ ഡ്രസ്സസിലൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം വൺ ക്ലിക്ക് PSCയുടെ ബനിയനിലാണ് ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. കുറേ ദിവസമായാലോ ഇതിൽ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോവാം. കാരണം ഇന്നിപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കുണ്ട്, ടാലൻറ്റിൻ്റെ ഉണ്ട്, സൈലത്തിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ PSCയുടെ നമ്മുടെ 25,000 GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇത്രയും ബുക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. കാണുമ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഓരോ ബുക്കുകളും എടുക്കാം. അതായത് ഫസ്റ്റ് ഇതാണ് നമ്മുടെ ടാലൻറ്റിൻ്റെ ബുക്കാണ്. ടാലൻറ്റിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് 2024 LDCക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വില വരുന്നത് 250 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ പേജസ് വരുന്നത് 464 പേജസാണ് വരുന്നത്. 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ അവർ കഴിഞ്ഞ ദിവസം വേറെ ഒന്നും കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് LDCക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരെണ്ണം ഇറക്കി. അതായത് LDC 2024 ഫോർ ഓൾ അപ്കമിങ് PSC എക്സാംസ് 2021 ജാനുവരി മുതൽ 2021 ഡിസംബർ വരെ. അതിൻ്റെ വിലയും 250 രൂപയാണ്. അത് വരുന്ന ടോട്ടൽ പേജസ് 496 പേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു ബുക്ക് ടാലൻറ്റിൻ്റെ തന്നെ. ഇനി അടുത്തത് പ്രൈം PSC ഇറക്കിയൊരു ബുക്കാണ്. LD ക്ലർക്ക് പരീക്ഷ 2024 കൂടുതൽ അറിവിനും ഉയർന്ന റാങ്കിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബുക്ക് ഇറങ്ങിയേക്കണേ. കംപ്ലീറ്റ് എഡിഷൻ ഫോർ LDC എക്സാം 2024. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 240, 10 രൂപ കുറവാണ് കേട്ടോ മറ്റേതിനേക്കാളും. 448 പേജസ് ആണ് ഇതിൽ വരുന്നത്. 448 പേജസ് അതാണ് ഈ ഒരു ബുക്കിൻ്റെ അകത്ത് വരുന്നത്. ഇവരുടെ കുറേ ബുക്കുകൾ SCRT, അതേപോലെ തന്നെ എന്താണ് മുൻവർഷ ചോദ്യപേപ്പർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പബ്ലിക്കേഷൻ തന്നെയാണ് പ്രൈം PSC. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു ബുക്ക്. അടുത്തത് കേരളത്തിലെ തന്നെ എന്താ പറയുക, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എന്താ പറയുക, യൂട്യൂബായിട്ടും അതേപോലെ ഓൺലൈൻ ലെവലിലും ഒക്കെ അത്രത്തോളം ഗംഭീരമാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം PSCയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ബുക്കാണ് ഈ പറയുന്ന സൈലം PSC കറണ്ട് അഫെയർ 2022-24. അതായത് LDCക്ക് വേണ്ടിയിട്ടാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. 2024 ഏറ്റവും ലേറ്റസ്റ്റ് അവർ ഇറക്കിയേക്കുന്ന ബുക്കാണ്. ഇതിൻ്റെ പേജസ് വരുന്നതെന്ന് പറയുന്നത് ഏകദേശം 278 പേജസാണ് ഇതിന് വരുന്നുള്ളൂ കേട്ടോ. ഇതാണ് ബുക്ക്, 278 പേജസാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 220 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. 220 രൂപയുള്ളൂ. മറ്റേത് 250 ആയിരുന്നു, 240 ആയിരുന്നു. ഇത് 220 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യയുടെ കറണ്ട് അഫെയർ ആണ്. ഇത് കുറച്ച് പഴയതാണ്, അത്രയും പുതിയതല്ല. പക്ഷേ നമുക്കിതാണ് ഇന്ന് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഏകദേശം 400 സംതിങ്ങോളം പേജസ്, 464 പേജസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് PSC ബുള്ളറ്റിൻ 25,000 GK ആൻഡ് കറണ്ട് അഫയേഴ്സ്
എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏകദേശം എല്ലാ നമുക്ക് PSC അതായത് PSC എക്സാമുകളിൽ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് മൊത്തമായിട്ട് എന്നുള്ള ലെവലിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. 2021 മുതൽ 24 വരെ ജനുവരി വരെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. 350 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ ബുക്കിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ബുക്ക് എന്ന് പറയുന്നത് ഈ ബുക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബുക്ക്. 498 പേജസ് ആണ് വരുന്നത്. ഗംഭീരമായിട്ടുള്ള പേജസും അതേപോലെ തന്നെ ഓരോ എന്താ പറയുക ബോക്സായിട്ട് തിരിച്ചാണ് സംഭവം കൊടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് എല്ലാത്തിനെയും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്ത് പോവാട്ടോ. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സെറ്റായിട്ട് ഓരോന്നും എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ബുക്കുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏത് ബുക്കിനെ കുറിച്ച് തുടങ്ങണം? നമുക്ക് സൈലം PSCനെ കുറിച്ച് തന്നെ തുടങ്ങാം. ഓക്കെ, സൈലം PSCയുടെ ആദ്യത്തെ ഫ്രണ്ട് പേജ് തന്നെ കാണുന്നത് ഇങ്ങനെയാണ്. സൈലം PSC കറണ്ട് അഫെയറിൻ്റെ ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് 2024 ഒറ്റ നോട്ടത്തിൽ പദ്ധതികൾ, ശാസ്ത്ര സാങ്കേതിക മേഖലകളെക്കുറിച്ച്, അതേപോലെ തന്നെ പ്രതിരോധ രംഗം, ഭരണരംഗം, സാമ്പത്തിക മേഖല, G20, ഭൂമിശാസ്ത്രം, ഗതാഗത മേഖല, പുനർനാമകരണം, വാർഷികാഘോഷങ്ങൾ, കായികം, ഭാഗ്യചിഹ്നങ്ങൾ, വിവരസാങ്കേതിക വിദ്യ, പ്രധാന വേദികൾ, കലാരംഗം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. 2024 ഒറ്റ നോട്ടത്തിൽ 2023 33ാമത് സരസ്വതി സമ്മാന പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. പുരസ്കാര തുക 15 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അത് വിത്ത് ഇമേജസോട് കൂടിയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ബോക്സായിട്ട് തിരിച്ചാണ് ഓരോ പാർട്ടും തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം നോട്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ട്സ് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം നോട്ട്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ലെവലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നും PSC രംഗത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു വേറൊരു ലെവലിലേക്ക്, അതായത് ഞാൻ അന്നും ഇന്നും ഒക്കെ പറയാൻ ഒരു സിനിമാറ്റിക് ലെവലിലേക്കും അതേപോലെ തന്നെ എന്താണ് നമുക്ക് അതായത് ഇന്ന് ഈ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ലെവലിൽ, അതായത് ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിരുന്നു. അതാണ് സൈലം PSCയുടെ ഇത്രയും ആളുകൾ ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിരുന്നു. അത് നമ്മൾ ബാക്കിയുള്ള ബുക്കുകൾ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അപ്ഡേറ്റഡ് ആണ് കാര്യങ്ങളൊക്കെ, പക്ഷേ എന്നും കാണുന്ന അതേ പുറംചട്ടയിൽ അതേ രീതിയിൽ അതേ ലെവലിൽ തന്നെയാണ് ഈ പറയുന്ന എന്താ പറയുക ടാലൻ്റ് ആണെങ്കിലും ലക്ഷ്യമാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. അതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് സൈലം എന്ന് പറയുന്ന സൈലം പബ്ലിക്കേഷൻ, അതായത് സൈലം PSC ഇറക്കിയപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ വ്യത്യസ്തത പുലർത്തിക്കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തന്നെ, അതായത് ഉദ്യോഗാർത്ഥികൾ തന്നെ അത്രത്തോളം അവരെ ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഭയങ്കര അപ്ഡേറ്റഡും ആയിരുന്നു. ടെക്നോളജിക്കലി നമ്മൾ ഡെവലപ്പ് ആയെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ സൈലം PSC തന്നെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും അതായത് ഓരോ നമ്മൾ ബുക്ക് അതായത് ഓരോന്നിൻ്റെയും ചിത്രം ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈല് കുഴപ്പമില്ലാത്തൊരു ഫോണ്ട് സ്റ്റൈലാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ക്വാളിറ്റി അത്ര പോരാ, അതൊരു ഇതാണ്. കാരണം നമ്മൾ പെട്ടെന്ന് പേജൊക്കെ മറിച്ച് പോയി കഴിഞ്ഞാൽ പേജ് കീറി കയ്യിലിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. വളരെ ഗംഭീരമായിട്ട് തന്നെ മോർ ഇൻഫോ അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും ചിത്രം ഉൾപ്പെടെയാണ് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അത് തന്നെ വലിയൊരു സെറ്റപ്പാണ് ഇതിൻ്റെ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പാടുണ്ടാവും, അതായത് അറിവിൻ്റെ പേടകം എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബുക്കിൽ എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത് അതേപോലത്തെ ഉള്ളൊരു ലുക്കും അതേപോലെ തന്നെ ഒരു പേപ്പർ ക്വാളിറ്റിയും അതേപോലത്തെ തന്നെ ഫോണ്ടും അങ്ങനെയൊക്കെയാണ് ഇവരിതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് തന്നെ ഓരോന്നും ചിത്രം ഉൾപ്പെടെ ഗംഭീരമായി തന്നെ പോയിട്ടുണ്ട്. വളരെ നല്ല ബുക്കാണ്. താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാം. അവരുടെ സൈറ്റിൽ ഓൾറെഡി സൈലത്തിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രമുഖ ബുക്ക് സ്റ്റാളുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇനി നമ്മുടെ പെരുമ്പാവൂർ ഏരിയയിലൊക്കെ ഉള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കാണെങ്കിൽ ആദിത്യ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന ബുക്ക് സ്റ്റാളിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയി വാങ്ങാം. എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പെരുമ്പാവൂരാണ് എൻ്റെ സ്ഥലം, അതുകൊണ്ടാണ് പെരുമ്പാവൂരിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അവിടെ ഓൾറെഡി എന്താണ് ഇത് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം PSCയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 240 രൂപയാണ് ഇതിൻ്റെ ബുക്കിൻ്റെ പ്രൈസ് വരുന്നത്.
പുരസ്കാരങ്ങൾ എല്ലാത്തിനും നമുക്ക് ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുരസ്കാരങ്ങൾ അന്തർദേശീയം സംസ്കാരം ദേശീയ പുരസ്കാരങ്ങൾ സ്പോർട്സ് ഫുട്ബോൾ ടെന്നീസ് ഹോക്കി ചെസ്സ് ഗെയിംസ് കായിക പുരസ്കാരങ്ങൾ അത് കേരളവും അതേപോലെ തന്നെ ഇന്ത്യ ലോകം അങ്ങനെ ഓരോന്നോരോന്ന് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പുരസ്കാരം നോബൽ പ്രൈസ് ആണ്. അപ്പോൾ നോബൽ പ്രൈസിലാണ് ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബുക്ക് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച ആളുകളാണ് സൈലം എന്ന് പറയുന്നത്. സൈലത്തിൻ്റെ ബുക്കിൽ അങ്ങനെ എല്ലാവരെയും പോലെ തന്നെ ആദ്യം പുരസ്കാരങ്ങൾ തുടങ്ങി നോബൽ പ്രൈസ് തുടങ്ങി അങ്ങനെയുള്ള ലെവലിലല്ല അവർ ചെയ്തേക്കണം. അവർ എന്താണ് 2024 ഒറ്റ നോട്ടത്തിൽ കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. അത് എന്തായാലും തികച്ചും എന്താണ് അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താണ് അനുഭവമായി പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. പുരസ്കാരങ്ങൾ ഫസ്റ്റ് തുടങ്ങിയത് ഫസ്റ്റ് കിടക്കുന്നത് നോബൽ പ്രൈസ്. അപ്പോൾ നോബൽ പ്രൈസ് 2022 കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്കാറാണ്, പിന്നെ ഗോൾഡൻ ഗ്ലോബ്, IFFI അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് സംഭവം. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. കാരണം 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് എന്തായാലും ഡെയിലി നിങ്ങൾക്ക് നോക്കിയിരുന്ന് പഠിക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ബുക്ക് വാങ്ങുക, ആ ബുക്ക് ഇരുന്ന് എന്ത് ചെയ്യുക, ഒരു 5 പേജ് 10 പേജ് വെച്ച് ഡെയിലി ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാം. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കറണ്ട് അഫയേഴ്സിൻ്റെ LDC 2024 എന്ന് പറഞ്ഞുകൊണ്ട് ടാലൻറ്റ് അക്കാഡമി ഇറക്കിയ മറ്റൊരു ബുക്കാണ്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഫസ്റ്റ് പേജ് വരുന്നതെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ അവാർഡ്സ്, നാഷണൽ അവാർഡ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ പ്രതിരോധ മേഖല, സ്പോർട്സ്, ലീഡേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്നും അതായത് എന്ന് മുതലാണോ ഇവർ ബുക്ക് ഇറങ്ങിയത് അന്ന് മുതൽ യാതൊരു കാര്യത്തിനും ഒരു മാറ്റവും ഇല്ലാതെ എന്നും അതേപോലെ തന്നെ അതേ ഫോണ്ടിൽ അതേ ഒരു ലെവലിൽ അതേ ഡിസൈനിങ്ങിൽ ഇങ്ങനെ തന്നെയാണ് എന്നും ഇറക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. കാരണം അപ്ഡേറ്റഡ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും അനിവാര്യമാണ്. മനസ്സിലായില്ലേ? ടെക്നോളജിക്കലി നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടപടലം പെട്ടുപോകും എന്ന് പറഞ്ഞ പോലെ ഇവരെന്നും അന്നും ഇന്നും എന്നും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസവും അതിൻ്റെ അകത്ത് വരുത്തുന്നില്ല. പണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പരാമർശിച്ചതാണ്, നോക്കിയയുടെ മൊബൈൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് അവർക്ക് എന്താണ് ഈ പറയുന്ന പോലെ ആൻഡ്രോയിഡ് മൊബൈലിന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കിയക്കാർ തയ്യാറാവാതിരുന്നാണ് ആ കമ്പനി തന്നെ പൊളിയാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഡിസൈനൊക്കെ ഒന്ന് മാറ്റി, ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഒരു ബുക്കൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ ലെവലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി ചെയ്യുകയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടിയും എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചുകൂടിയും അതെന്താണ് അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. കാരണം എന്നും ഒരേ ഡിസൈനിൽ ഒരേ ലെവലിൽ ഒരേപോലെ തന്നെ ആ ഒരേ മറ്റെന്താണ് ബുക്ക് ഒരേ പുറഞ്ചട്ട ബാക്കിലും അതേപോലെ തന്നെ സെയിം ആയിട്ട് അവരുടെ കുറച്ച് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ എന്താണ് ഫോട്ടോയും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത് വാങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു 2020 മുതലൊരു കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ കൂട്ടാനാണോ പൈസ കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള അറിയാൻ പാടില്ല. ആവശ്യത്തിൽ കൂടുതലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തമായിട്ട് ഇതിപ്പോൾ റാങ്ക് ഫയലിൻ്റെ അത്രയും ലെവലിലേക്കൊക്കെയാണ് ഇവരിത് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ബുക്ക് തന്നെയാണിത്. ഇനി 2024 വീണ്ടും ഇറക്കി 250 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവർക്ക് വീണ്ടും വാങ്ങാം. വീണ്ടും സെയിം ബുക്ക് തന്നെ ഇറക്കിയേക്കാണ്, അതിൻ്റെ പുറംചട്ട മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വയ്ക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നോളജ് ഈസ് ഗ്രേറ്റ് ട്രഷർ ദാറ്റ് ഹാസ് നോ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയേക്കുന്നത്. ഇൻ്റർനാഷണൽ അവാർഡ് ഫസ്റ്റ് ഓസ്കാർ അവാർഡിലാണ് തുടങ്ങുന്നത്. നോബൽ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ, നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. ഏതൊരു ബുക്ക് ഇവരുടെ ഇപ്പോൾ നമുക്ക് മറ്റൊരു ബുക്ക് ഉണ്ട്, ഇത് കുറച്ച് നാൾക്ക് മുന്നേ ഉള്ളതാണ്, സെയിം സംഭവം അങ്ങനെ തന്നെയാണ് ഇത്. അതേപോലെ തന്നെ കറണ്ട് അഫെയർ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ്, അടുത്തത് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റം ഇല്ലാതെ. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേഷൻ എന്നുള്ള ലെവലിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ബുക്സിൻ്റെ ആ പേജ് ഫോണ്ട് സ്റ്റൈൽ ഒന്ന് മാറ്റുക, അതേപോലെ തന്നെ ആ ബോക്സസിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം നാളെ
ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതും ഇതൊക്കെ. എന്തൊക്കെയായാലും PSC എക്സാം എന്ന് പറയുന്നത് 2024 നമുക്ക് എല്ലാവർക്കും നല്ലൊരു റാങ്കിലേക്ക് വന്ന് ക്രാക്ക് ചെയ്ത് എന്നേക്കുമായിട്ട് ഇതൊക്കെ അവസാനിപ്പിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നിൽക്കാതെ 2024 തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ലൊരു ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഗോൾഡൻ അവാർഡ്, ഗോൾഡൻ ഗ്ലോബ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ബുക്കൊക്കെ കാര്യം ഗംഭീരമാണ്. ഞാൻ ബുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അതേപോലെ തന്നെ മെറ്റീരിയൽസ് വൈസ് ഓക്കെയാണ്, ഇതെല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആകപ്പാടെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് അന്നും ഇന്നും എന്നും ഒരേപോലെ തന്നെ ഒരേ ലെവലിൽ തന്നെ ഇറക്കാതെ കുറച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉദ്യോഗാർത്ഥികൾക്ക് അത് എന്താണ് എന്നും കണ്ടുമടുത്ത ഫോണ്ടും കണ്ടുമടുത്ത ബോക്സും അങ്ങനെയൊക്കെ ആവാതെ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വളരെ ഗംഭീരമായിരിക്കും. കാരണം എല്ലാത്തിലും അപ്ഡേഷൻ ടെക്നോളജി വൈസ് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ അതൊന്നും ആരും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബുക്കുകളും നല്ല ബുക്കുകളാണ്. ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ PSC ബുള്ളറ്റിൻ്റെ 400 GK, അതായത് 25,000 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ബുക്കാണ്. ഗംഭീര ബുക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കാരണം ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബുക്കാണ്. കാരണം അത്രത്തോളം കണ്ടന്റ് വൈസ് സംഭവം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ സൈലം PSCയുടെ ബുക്ക് തന്നെയാണ്. ആവശ്യമുള്ള കാര്യങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മറ്റുള്ള ബുക്കുകളെ അപേക്ഷിച്ച് അത്ര വൈഡായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല 298 പേജസാണ് ആകെ തട്ടിയിട്ടുള്ളൂ. ആ പേജസിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഒരു മാസത്തെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് 2 പേജസാണ് ഇവർ ചെയ്തിട്ടുള്ളൂ. അതാണ് ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒത്തിരി ഒന്നും പഠിക്കാനില്ല. 2021 മെയ് എന്നൊക്കെ പറഞ്ഞാൽ 2 പേജാണ് വരുന്നുള്ളൂ. ഇതിൻ്റെ നമ്മളൊരു സീരീസ് നമ്മൾ PYQ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അവിടെ കിടക്കുന്നുണ്ടാവും. അത് ഞാൻ ഓരോ വർഷത്തെയും കംപ്ലീറ്റ് ചെയ്ത് 2024 വരെയുള്ള ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അങ്ങനെ തന്നെ PDF ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് 2024 ജാനുവരി വരെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അപ്പം നമ്മൾ 2-3 പേജസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. നല്ല ഫോണ്ട് സ്റ്റൈലാണ്, അതേപോലെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, അടിപൊളി പേജസ് ആണ്. അതേപോലെ തന്നെ എന്താണ് നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ഫോണ്ടിൽ തന്നെയാണ് PSC ബുള്ളറ്റിൻ 25,000 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ ബുക്കിൽ ചെയ്തേക്കണം. അപ്പോൾ ഇത്രയും ബുക്കുകളാണ് ഇന്ന് നിലവിൽ വിപണിയിലുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ബുക്കുകളും നിങ്ങൾ ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഇത് ഏത് ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെ. എല്ലാ ബുക്കുകളും ആക്ച്വലി എല്ലാ ബുക്കുകളും നല്ലതാണ്. അതിപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് ടാലൻറ്റിൻ്റെ നല്ലതാണ്, ലക്ഷ്യയുടെ നല്ലതാണ്. അതേപോലെ തന്നെ എന്താണ് PSC ഈ പറയുന്ന വജ്രജൂബിലി പരീക്ഷ 65ാം വാർഷിക വിശേഷാൽ പതിപ്പ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ബുക്കും നല്ലത് തന്നെയാണ്. സൈലം PSC ഗംഭീര ബുക്കാണ്. അപ്പോൾ ഇത്തരം ബുക്കുകളൊക്കെയാണ് നിലവിലുള്ളത്. എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ പേജും അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഇൻഡെക്സും ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഡെക്സ് വരുന്നത്. കാരണം ഇൻഡെക്സിൽ മിക്കപ്പോഴും ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത് സൈലത്തിൻ്റെ മാത്രമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലിൽ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ പറയുന്ന PSC ബുള്ളറ്റിൻ 25,000 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇത് മാത്രമാണ് വ്യത്യസ്തമായിട്ടൊരു ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, ആ ഒരു ബുക്കിൻ്റെ എന്താണ് ഇൻഡെക്സ് ക്രമീകരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എല്ലാ പ്രാവശ്യവും എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഈ ടാലൻ്റൊക്കെ അന്നും ഇന്നും നമ്മൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ 2010, 2012 മുതലാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കൊക്കെ വരുന്നത് 2015 മുതലൊക്കെയാണ് ഇങ്ങനെ ഇത്രയും ലെവലിലേക്കൊക്കെ വന്നത്. അതിൻ്റെ ഒരു പ്രചാരണം അതേപോലെ തന്നെ ഈ ഒരു 2020-21 ആയപ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴാണ് അത്രത്തോളം കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം വന്ന് 250 രൂപയുടെ ഒക്കെ റേഞ്ചിലേക്ക്. പണ്ടൊക്കെ ടാലൻ്റൊക്കെ ഇത് ഇറക്കുമ്പോൾ 30 രൂപയുടെ ബുക്കൊക്കെ ആയിരുന്നു, അതൊക്കെ വന്ന് 250 രൂപയായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ ഇത് കുറച്ചും കൂടിയും 2024 ഒറ്റ നോട്ടത്തിൽ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സൈലത്തിൻ്റെ ഒരു ബുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ പടങ്ങളൊക്കെ കണ്ടുപോയി ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റും. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ ഒരു ബുക്ക് എടുത്ത് നോക്കി കഴിയുമ്പോൾ എന്തായാലും ടാലൻറ്റിൻ്റെ ബുക്കിനേക്കാളും അതേപോലെ തന്നെ ലക്ഷ്യയുടെ ബുക്കിനേക്കാൾ കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്
സൈലം PSCയുടെ കറണ്ട് അഫെയറിൻ്റെ ബുക്കാണ്. കാര്യം 220 പേജസ് ഉണ്ട്. ഇതിൻ്റെ എനിക്ക് ഒറ്റൊരു പ്രശ്നമാണ് എനിക്ക് പറയാനുള്ളൂ, പേജ് ക്വാളിറ്റി എന്ന് പറയുന്നത് പോരാ, പേജ് ക്വാളിറ്റി കുറവാണ്. അതേപോലെ തന്നെ എന്താണ് പേജസ് എന്ന് പറയുന്ന ആവശ്യമുള്ളത് കൊടുത്തുകൊണ്ട് തന്നെ ഏകദേശം ഒരു 280 പേജിൽ ഇത് ഒതുക്കിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ പിള്ളേർക്ക് പഠിച്ച് പ്രാന്തായി പോകുന്നുണ്ടല്ലോ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 പേജസാണ് വന്നേക്കുന്നത്, 480 496 പേജസ്. അത്രയൊക്കെ ഇരുന്ന് പഠിക്കാനുള്ളൊരു ടൈമൊന്നും ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്ന് വായിച്ച് ഇത് പഠിച്ചതിന് ശേഷം പിന്നെ റിവിഷൻ ചെയ്യണ്ടേ, അതിനി വേറൊരു ടൈം എടുക്കേണ്ടി വരും. ഇതെല്ലാം കൂടി ഏത് സമയത്താണ്? അപ്പോൾ റാങ്ക് ഫയലിലേക്കായും എന്തായാലും മികവുറ്റൊരു ബുക്ക് തന്നെയാണ് കറണ്ട് അഫെയർസ്. എന്തായാലും അത് സൈലം PSCയുടെ കറണ്ട് അഫെയറിൻ്റെ ബുക്ക് ഗംഭീരമാണ്. പിന്നെ ഈ ഒരു ബുക്ക് വാങ്ങിയേക്കണം. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ബുക്ക് ഉണ്ടെങ്കിൽ ഗംഭീരമാണ്. നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറൊരു ബുക്ക് നോക്കി വായിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ സീരീസ് എല്ലാ മാസത്തെയും ഓരോന്ന് ചെയ്യേണ്ടത്. നിങ്ങളുടെ റെസ്പോണ്ട് കുറവായതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തിവെച്ചാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അത് ജസ്റ്റ് ഒരു ലൈക്കോ ഒരു കമൻറ്റോ അങ്ങനെയൊന്നും ചെയ്യാതെ വന്നപ്പോൾ ഞാനിത് എന്ത് ചെയ്താണ്, ഓരോ മാസവും കറണ്ട് അഫെയർ അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ട് പോകുന്നതാണ്, അത് നിർത്തിവെച്ചാണ്. അതെന്തായാലും ഞാൻ തുടരും. കുറേ ഉദ്യോഗാർത്ഥികൾ നമുക്ക് വേണ്ടിയിട്ട് എന്നും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഉറപ്പായിട്ടും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഈ 2024 ജാനുവരി വരെ ഉള്ളത് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കും. പിന്നെ ഈ ബുക്കുള്ളവർ ഈ ബുക്ക് വാങ്ങേണ്ട കാര്യമില്ല. ഓക്കെ, അത് ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ 2 ബുക്കൊക്കെ ഇറക്കും. അപ്പോൾ അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇത് 2 വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേജ് അതായത് പുറംചട്ട മാത്രം ഒന്ന് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതുള്ളവർ ഇനി ഇത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഏതെങ്കിലും ഒരെണ്ണം മതി. ബാക്കി എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന PSC ബുള്ളറ്റിനിയുടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ പക്ക സെറ്റാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ പ്രൈം PSCയുടെ ഈ ഒരു ബുക്ക് ഞാൻ പറഞ്ഞില്ലേ 240 രൂപയാണ്. നല്ല ബുക്കാണ്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അതായത് ആരെയും ഇത് ഞാൻ ഒരിക്കലും ഇന്ന ബുക്ക് വാങ്ങണമെന്ന് പറയുന്നില്ല. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഇരുന്ന് ന്യൂസ് പേപ്പർ നോക്കി നമ്മുടെ കൈപ്പടയിൽ നമ്മൾ തന്നെ എഴുതി വെച്ച കറണ്ട് അഫെയർസ് എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സിമ്പിൾ മെത്തേഡിലൂടെ നമ്മൾ കറണ്ട് അഫെയർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആരെങ്കിലുമോ ഒക്കെ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് അറിയാൻ പാടില്ല, ബുക്കിനെ കുറിച്ച് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാം, അവർക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അവർക്കും കൂടി അത് ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.